ആലപ്പുഴ അമ്പലപ്പുഴ കരൂരിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന കൊലപാതകത്തിൻ്റെ വാർത്ത രാവിലെ 24 ആണ് പുറത്തുവിട്ടത്. വിജയലക്ഷ്മിയെ കട്ടിംഗ് ബ്ലെയർ കൊണ്ട് തലക്കടിച്ച് കൊന്ന ശേഷം കുഴിച്ചുമൂടി കോൺക്രീറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ജയന്തൻ്റെ മൊഴി. പോലീസ് അതാണ് കണ്ടെത്തിയത്. അവിടെയായിരുന്നു പരിശോധന. ഈ മാസം 7-നായിരുന്നു നാടിനെ ഞെട്ടിച്ച ഈ കൊലപാതകം. പ്രതി ജയന്തനുമായി അവിടെ സംഭവ സ്ഥലത്തെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം അവിടെ കോൺക്രീറ്റ് പൊട്ടിച്ച് കുഴിച്ചുള്ള പരിശോധനയിലാണ് അവിടെ വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അത് വിജയലക്ഷ്മിയുടെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞ ഫോറൻസിക് വിദഗ്ധരും ഈ സംഭവ സ്ഥലത്ത് തെളിവെടുപ്പിനുണ്ടായിരുന്നു. വീടിനകത്തോ സമീപത്തോ മൃതദേഹം കുടിച്ചുമൂടി കോൺക്രീറ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു ആദ്യം പോലീസിന്റെ സംശയം. പിന്നീടാണ് വീടിന് പുറത്ത് അധികമാരും ശ്രദ്ധിക്കാത്തൊരു സ്ഥലത്ത് അവിടെ കുഴിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തു എന്ന് ജയേന്ദ്രൻ പോലീസിനോട് പറയുന്നത്. കൊലപാതകം നടത്തിയത് വീടിനുള്ളിൽ വെച്ചാണ് എന്നും പോലീസ് കണ്ടെത്തുന്നു. ഈ പറഞ്ഞ കട്ടിംഗ് ബ്ലെയർ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താനുള്ള കാരണമായ പ്രകോപനം എന്താണ് എന്നത് മാത്രം പോലീസ് ഇപ്പോഴും അങ്ങോട്ട് സ്ഥിരീകരിക്കുന്നില്ല. ഈ മാസം 6-ാം തീയതി മുതലാണ് വിജയലക്ഷ്മിയെ കാണാനില്ല എന്ന ബന്ധുക്കളുടെ പരാതി. ഇടുക്കി സ്വദേശിയായ ഒരാളെയായിരുന്നു അവർ വിവാഹം ചെയ്തിരുന്നത്. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു. അതിനുശേഷം കരുനാഗപ്പള്ളിയിൽ താമസമാക്കിയ ഇവർ അമ്പലപ്പുഴക്കാരനായ ജയന്തനെ പരിചയപ്പെടുന്നു. ജയന്തനുമായി വിജയലക്ഷ്മി അടുത്ത സൗഹൃദത്തിലായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇതെന്താണ് കാരണം? മറ്റൊരാളുമായി വിജയലക്ഷ്മിക്ക് ബന്ധമുണ്ടെന്ന സംശയം കൊലപ്പെടുത്താൻ കാരണമായി എന്ന് ജയന്തൻ്റെ മൊഴിയിലുണ്ട്. എന്തായാലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരേണ്ടതുണ്ട്. 4 ദിവസം മുൻപാണ് അമ്പലപ്പുഴയിലെത്താൻ ജയന്തനോട് വിജയലക്ഷ്മി പറയുന്നു. ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അതിനെ തുടർന്ന് ഈ കട്ടിംഗ് ബ്ലെയർ ഉപയോഗിച്ച് വിജയലക്ഷ്മി ആക്രമിച്ചു എന്നാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രതി ജയേന്ദ്രൻ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമം നടത്തിയതായി പോലീസിനെ അറിയിക്കുന്നുണ്ട്. അത് ഇതുതന്നെയായിരുന്നു. കൊച്ചിയിലെത്തിയ പ്രതി ഈ വിജയലക്ഷ്മിയുടെ ഫോണ് ഒരു കണ്ണൂരിലേക്കുള്ള KSRTC ബസ്സിൽ ഉപേക്ഷിക്കുന്നു. അവിടെ ഉപേക്ഷിക്കപ്പെട്ട ഫോൺ യാത്രക്കാരി കണ്ടെത്തി കണ്ടക്ടർ മുഖാന്തരം പോലീസിന് കൈമാറിയതോടുകൂടിയാണ് ഞെട്ടിക്കുന്ന കൊലപാതകത്തിൻ്റെ ചുരുൾ അഴിയുന്നത്. അതിൻ്റെ കോൾ റെക്കോർഡും അതിൻ്റെ കോൾ ലിസ്റ്റും അടക്കം CDR പരിശോധനയും അതിൻ്റെ കോൾ ലിസ്റ്റും പരിശോധനയിലാണ് ഈ പ്രതി ജയന്തനിലെ കൃത്യമായി തന്നെ പോലീസ് എത്തുന്നത്. അതേസമയം നേരത്തെ ഈ ജയന്തൻ്റെ ഭാര്യ സുനിമോൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ കാര്യം എന്താണ് വിജയലക്ഷ്മിയുള്ള സൗഹൃദം അവസാനിപ്പിക്കണമെന്ന് താക്കീത് ചെയ്ത കാര്യമൊക്കെ സുനിമോൾ പറയുന്നു. പക്ഷേ വീട്ടിലാരെയും കൊണ്ടുവന്നതായി അറിവില്ല എന്ന് സുനിമോൾ പറയുന്നു. ഇനി സുനിമോൾ വീട്ടിലില്ലാത്ത സമയത്താണോ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പോലീസ് ഇനിയാണ് അന്വേഷിക്കുന്നത്? അതോ ഈ ജയന്തൻ പറയുന്നത് ഇനിയും കള്ളങ്ങളുണ്ടോ എന്നുകൂടി പോലീസ് സംശയിക്കുന്നുണ്ട്. കാരണം ഇയാൾ ആദ്യഘട്ടത്തിലൊന്നും സംഭവിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീടാണ് ഈ ഫോൺ രേഖകൾ അടക്കം കാണിച്ചുള്ള പരിശോധനയിൽ അയാൾ കുറ്റം സമ്മതിക്കുന്നതും പോലീസിനോട് കാര്യങ്ങൾ കൂടുതൽ പറയുന്നതും. അപ്പോഴും അയാൾ ഈ മൊഴികൾ മാറ്റി പറയുന്നു. അത് പോലീസ് കൃത്യമായി ഒന്നുകൂടി ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും നാടിനെ ഞെട്ടിച്ച ഒരു കൊലപാതകം അതിൻ്റെ അന്വേഷണം ഏറ്റവും ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ്. ഏത് കൊലപാതക കേസിലും മൃതദേഹം കണ്ടെത്തുക അതിപ്രധാനമാണ്. ഇപ്പോൾ ആ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. മൃതദേഹം പറമ്പിൽ കുഴിച്ചുമൂടിയ നിലയിലാണ്. അതിനുശേഷം അതിന് മുകളിൽ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചിരുന്നു. ആ കോൺക്രീറ്റ് പൊട്ടിച്ചാണ് ഇപ്പോൾ പറമ്പിൽ കുഴിച്ചിട്ട നിലയിലാണ്. കോൺക്രീറ്റ് മൂടി എന്നുള്ളതായിരുന്നു ഇയാൾ പറഞ്ഞിരുന്നതും പോലീസിന് ഉണ്ടായ സംശയം. പക്ഷേ അത് പറമ്പിൽ മൂടിയ നിലയിൽ തന്നെയാണ്. അതിന് മുകളിൽ കോൺക്രീറ്റ് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ. ആ പറമ്പിൽ മൂടിയ നിലയിലുള്ള മൃതദേഹം അല്പസമയം മുൻപാണ് പോലീസ് കണ്ടെത്തിയത്. ഇത് ജയന്തൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് അങ്ങോട്ടേക്ക് എത്തിയത്. ഈ കറുത്ത ടാർപ്പാളിൻ കെട്ടിയ ആ സ്ഥലത്താണ് ഈ സ്പോട്ട്. അവിടെ നിന്നാണ് വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മനീഷ് മഹിപ്പാൽ ചേരുന്നു. മനീഷ്, എന്തായാലും ഇതുവരെ ഈ കേസ് പോലീസ് വളരെ നന്നായി അന്വേഷിക്കുന്നു. അതിൽ ഏറ്റവും നിർണായകമായ തെളിവ്, ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവാണിപ്പോൾ കിട്ടുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ശാസ്ത്രീയ പരിശോധനകൾ എങ്ങനെയാണ് മനീഷ്? ഹാഷ്മി, ഈ പറമ്പിൻ്റെ പിന്നിൽ പൂർണ്ണമായും അത് കോൺക്രീറ്റ് ചെയ്തു എന്ന് പറയാൻ സാധിക്കില്ല. അതിൻ്റെ പുറത്ത് സിമൻറ്റ് കുഴച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതെന്താണ് ഈ പ്രതി ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ഈ പറമ്പിൽ തന്നെയാണ് കഴിഞ്ഞ ഞായറാഴ്ച ഈ പറമ്പിൻ്റെ ഉടമ മനു കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവിടെ വീട് വെക്കാൻ വേണ്ടിയിട്ട് തറക്കല്ലിട്ടത്. അങ്ങനെ ഈ പറമ്പിൽ ഒരു നിർമ്മാണം നടക്കും. പെട്ടെന്ന് തന്നെ ഈ കുഴിയെടുത്ത സ്ഥലം, മൃതദേഹം കുഴിച്ചു മൂടിയ സ്ഥലത്തിന് മുകളിൽ പുതിയൊരു വീട് വരുമെന്ന് പ്രതിക്ക് നന്നായി അറിയാം. അതുകൊണ്ടായിരിക്കാം പ്രതി ഈ രീതിയിലൊരു ആലോചന നടത്തി അങ്ങനെ തൻ്റെ വീടിൻ്റെ പിന്നിൽ മറ്റൊരാളുടെ പറമ്പിൽ ഇങ്ങനെ കുഴിച്ചിട്ടത്. ഇനി അടുത്ത നടപടി, നിലവിൽ തലയടക്കം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇനി മുഴുവനായി പുറത്തെടുത്ത ശേഷം ഏറ്റവും അടുത്ത
അടുത്തത് ഉള്ളത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജാണ്. അങ്ങോട്ടേക്ക് മാറ്റാൻ ആദ്യ നടപടി എന്ന രീതിയിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടി ഇവിടെ നടത്തിയ ശേഷം പിന്നീട് കേസ് എടുത്തിരിക്കുന്നതും കേസിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നതും അന്വേഷിക്കുന്നത് കരുനാഗപ്പള്ളി പോലീസ് ആയതുകൊണ്ടും പിന്നീടുള്ള നടപടികൾ കരുനാഗപ്പള്ളിയിലേക്കായിരിക്കാം. ഇനി ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ DNA ടെസ്റ്റ് അടക്കം നടത്തണം. കാരണം 7-ാം തീയതി പുലർച്ചെയാണ് കുഴിച്ചിട്ടത്, 6-ാം തീയതി കൊല നടത്തി, ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഈ വിജയലക്ഷ്മി തന്നെയാണോ എന്ന് ചിലപ്പോൾ അത്രത്തോളം ശരീരം ഡീകേ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മുഖവും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഈ പ്രതി ഈ കുഴിച്ചു മൂടുന്നതിന് മുൻപ് സാധാരണ ഈ ഉപ്പോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡീകേ ചെയ്യും. അങ്ങനെ ഈ മൃതദേഹം പെട്ടെന്ന് ഡീകേ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നേരത്തെ സുഭദ്ര കൊലപാതകത്തിലൊക്കെ തന്നെ പ്രതികൾ ചെയ്തത് ഈ പെട്ടെന്ന് മൃതദേഹം അലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ചെയ്തിരുന്നു. പക്ഷേ ആഴം കൂടുതലായതുകൊണ്ടും മഴയുള്ളത് കൊണ്ടും പെട്ടെന്ന് മഴക്കാലമായത് വെള്ളം വന്നതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് അത് ഈ ഡീകേ ചെയ്തിരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഇത് എടുത്തു മാറ്റിയ ശേഷം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥലം വളരെ ജനസാന്ദ്രതയേറിയ സ്ഥലമാണ്, ചുറ്റിനും വീടുകളുള്ള ഒരു പ്രദേശമാണ്. ജയേന്ദ്രൻ ഇയാളുടെ വീടിന് പിന്നിലുള്ള പറമ്പിൽ മറ്റൊരാളുടെ വസ്തുവിലാണ് ഇത് കുഴിച്ചിടുന്നത്. ആ വസ്തു ആവട്ടെ, ആ സ്ഥലമുടമ കഴിഞ്ഞ ഞായറാഴ്ച പുതിയ വീട് വെക്കാൻ അവിടെ തറക്കല്ലിട്ടു, ഈ 5 സെന്റ് വസ്തുവിൽ. അപ്പോൾ ആ വീട് വെക്കാൻ തറക്കല്ലിട്ടെടുത്ത് എല്ലാ കാലത്തേക്കും അത് ഇപ്പോൾ വീണ്ടും ആ സിനിമയിലേക്ക് നമ്മൾ പോവുകയാണ്. എല്ലാ കാലത്തേക്കും ആ രഹസ്യമായി ഇരിക്കും എന്ന കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെയല്ലേ അയാൾ മനു എന്ന ആളുടെ പറമ്പ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത്? ഹാഷ്മി, നമ്മൾ ഈ പലപ്പോഴും ദൃശ്യ മോഡൽ എന്ന് പറയാറുണ്ട്. അതിലെ സിനിമയിലെ കഥാപാത്രമടക്കം സാധാരണക്കാരനാണ്. ഒരുപാട് സിനിമകൾ കണ്ടാണ് എങ്ങനെയാണ് ഈ കൃത്യം നടത്തിയ ശേഷം അത് ഒളിപ്പിക്കുക എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെയും ഈ പ്രതി ജയചന്ദ്രൻ ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയാണ്. അയാൾക്ക് വലിയ രീതിയിൽ ഒരു കൊലപാതകം നടത്താനോ അത് മറച്ചു വെക്കാനോ ഒക്കെ ഉള്ള പരസഹായം തേടലോ ഒന്നും ചെയ്തിട്ടില്ല. ഒപ്പം തന്നെ അത്തരത്തിലുള്ള ബുദ്ധിയും അയാൾക്കുണ്ടാവില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ക്രിമിനൽ മൈൻഡ് അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഇത്രയേറെ സ്ഥലം, അതായത് ഇത് ഒളിപ്പിക്കാൻ ഒട്ടേറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഇയാളുടെ വീടിന് തൊട്ട് അടുത്ത് തന്നെ നിർമ്മാണം നടക്കുന്ന ഒരു വീടുണ്ട്. ആ വീടിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് തകർത്ത് അതിനകത്ത് വേണമെങ്കിൽ ഇയാൾക്ക് മൃതദേഹം ഒളിപ്പിക്കാമായിരുന്നു. പക്ഷേ അത് കണ്ടെത്താനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ കോൺക്രീറ്റ് മാറ്റിയാൽ അവിടെ എന്തെങ്കിലും സംശയം തോന്നുമോ എന്നതുകൊണ്ട് അത്തരം പ്രദേശങ്ങളിൽ ആ സ്ഥലത്ത് അങ്ങനെ ചെയ്യാൻ അയാൾ തയ്യാറായില്ല. പക്ഷേ തൊട്ട് പിന്നിലായുള്ള 5 സെന്റ് ഈ സ്ഥലത്താണ്, അതിൻ്റെ ഏകദേശം വടക്ക് കിഴക്ക് ഭാഗത്തോട്ട് ചേർന്നുള്ള പ്രദേശത്ത്, മതിലിനോട് ചേർന്ന പ്രദേശത്താണ് ഈ കുഴിയെടുത്ത് കുഴിച്ചു മൂടി അതിൻ്റെ പുറത്ത് സിമന്റ് കൂട്ടിയിട്ടുണ്ട്. അതായത് പൂർണ്ണമായി നമുക്കൊരു കോൺക്രീറ്റ് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ എന്തിനോ വേണ്ടി മണ്ണ് ഇളകാതിരിക്കാനോ അല്ലെങ്കിൽ ഈ നായയടക്കം അത് നായയോ മറ്റ് ഇതോ വന്ന് അത് മണ്ണ് മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ രീതിയിൽ ഇങ്ങനെ ചെയ്തത്. ഹാഷ്മി, നമ്മൾ ഒരു ചിത്രീകരിച്ച ശേഷമാണ് അവിടെ പോലീസ് പിന്നെ അതിൻ്റെ ഫർദർ പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായി അവിടെ കറുത്ത ടാർപ്പ കൊണ്ട് മൂടിയത്. ആ സ്ഥലത്താണ് കൃത്യം ഈ സ്ഥലം തന്നെയാണത്. ഈ സ്ഥലത്താണ് അവിടെ ഇത് അകത്ത് കുഴിച്ചിട്ട് അതിന് മുകളിൽ സിമെൻറ്റ് വെറുതെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് പോലീസ് ഇപ്പോൾ മനസ്സിലാകുന്നത്. മണ്ണ് മാറി പോവാതിരിക്കാനോ അതോ സംശയം തോന്നാതിരിക്കാനാണോ എന്തിനാണെന്ന് അറിയില്ല. പക്ഷേ അവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. എന്തായാലും കോൺക്രീറ്റ് ചെയ്തില്ല. പക്ഷേ കോൺക്രീറ്റ് കുഴച്ച് വെച്ച മട്ടിൽ ഈ പറയുന്ന സ്ഥലത്ത് അതിന് മുകളിൽ ഉണ്ട് താനും. അതെന്തിനാണ് അയാൾ ഉദ്ദേശിച്ചത്? അതോ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണോ, അത് മഴയത്ത് പരുവത്തിലായി പോയതാണോ എന്ന കാര്യമൊന്നും അറിയില്ല. അതൊക്കെ പോലീസ് കൂടുതൽ സ്ഥിരീകരിക്കണം. എന്തായാലും ഈ നിർമ്മാണം നടക്കുന്ന വീടിൻ്റെ തൊട്ട് ചേർന്നാണ്, അതായത് ഈ ജയചന്ദ്രൻ്റെ വീടിൻ്റെ അടുത്തുള്ള പറമ്പിലാണ്, 5 സെന്റ് പറമ്പിൽ അവിടെ വീടിനുള്ള തറക്കല്ലിടലടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. വീട് വെക്കാൻ ഒരുങ്ങുകയായിരുന്നു ഒരു പാവ മനുഷ്യൻ. അപ്പോൾ അവിടെയാണ്, അതിനടുത്താണ്. ഒരുപക്ഷെ വീട് വെക്കുമ്പോൾ ആ രഹസ്യം ആ സിനിമയിൽ പറയുന്നത് പോലെ എല്ലാ കാലത്തേക്കും രഹസ്യമായി തുടരട്ടെ എന്ന ഇയാളുടെ ക്രിമിനൽ ബുദ്ധിപ്രകാരമൊക്കെ ആവണം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ഈ സ്ഥലമാണ്, ഒരു ചെറിയ തെങ്ങും തൈ നട്ടിരിക്കുന്നതിന് തൊട്ടിപ്പുറത്തുള്ള ആ സ്ഥലത്താണ് മൃതദേഹം അവിടെ കുഴിച്ചിട്ടിരുന്നത്. അല്പസമയം മുൻപാണ് പോലീസ് ആ മൃതദേഹം പ്രേക്ഷകർ ഒരു വിൻഡോയിൽ കാണുന്ന സ്ഥലം, ഈ കറുത്ത ടാർപ്പ കൊണ്ട് മൂടിയ സ്ഥലം തന്നെയാണ് വലതുവശത്ത് ആ വിൻഡോയിൽ പ്രേക്ഷകർ കാണുന്നത്. അവിടുന്നാണ് പോലീസ് ഈ വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വിജയലക്ഷ്മിയുടെ മൃതദേഹം തന്നെയാണെന്ന് പോലീസ് ഏതാണ്ടൊക്കെ സ്ഥിരീകരിക്കുന്നു. പക്ഷേ അതിൻ്റെ ശാസ്ത്രീയ പരിശോധന അടക്കം ആവശ്യമുണ്ട്. ഇതിപ്പോൾ ഒരുപാട് നാളായിട്ടില്ല. മൃതദേഹം അങ്ങനെ അങ്ങ് അഴുകി തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ അഴുകിപ്പോകാനുള്ള സമയമായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യം കണ്ടെത്തിയത് തലഭാഗമായിരുന്നു. വലിയ ദുർഗന്ധം ആ കുഴിയിൽ നിന്ന് ആ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കുഴിച്ചു മൂടി പിടിക്കപ്പെടാതിരിക്കാനുള്ള എല്ലാവിധ പണികളും ജയേന്ദ്രൻ ചെയ്തു
എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ഭാഗമായാണ് അവിടെ എന്താണ് സ്വന്തം പറമ്പിൽ കുഴിച്ചിടാതെ അപ്പുറത്തെ പറമ്പിൽ ഒരു വീട് നിർമ്മാണം നടക്കുന്നതിന് തൊട്ട് ചേർന്ന് മൃതദേഹം കുഴിച്ചിടുന്നത്. അതിനുശേഷം ഈ ഫോൺ കൊണ്ട് കൊച്ചിയിൽ കൊണ്ടുപോയി ഈ ഫോൺ കണ്ണൂരേക്കുള്ള KSRTC ബസ്സിൽ എടുത്ത് KSRTC ബസ്സിലിട്ട് അല്ലെങ്കിൽ സീറ്റിൽ വെച്ച് അങ്ങോട്ട് നാട് വിട്ടു പോകുന്നു വിജയലക്ഷ്മി, അല്ലെങ്കിൽ വിജയലക്ഷ്മി യാത്ര ചെയ്യുന്ന ഒരു പ്രതീതി സൃഷ്ടിക്ക് വേണ്ടി അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നു. എന്തായാലും കൃത്യമായ പ്ലാനിംഗ് ആണ്. പക്ഷേ ആ പ്ലാനിംഗ് പൊളിഞ്ഞത് ഈ ഫോൺ യാത്ര പുറപ്പെടും മുൻപ് തന്നെ ഒരു യാത്രക്കാർ കണ്ടെത്തുകയും അത് കണ്ടക്ടർ കൈമാറുകയും കണ്ടക്ടർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും അതിൻ്റെ കോൾ റെക്കോർഡ് അടക്കമുള്ള CDR പരിശോധനയിലടക്കമാണ് ഇത്തരത്തിലുള്ള ഏറ്റവും നിർണായകമായ ജയേന്ദ്രൻ ഒരു ഞെട്ടിക്കുന്ന കൊലപാതക വെളിപ്പെടുത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതിനെ തുടർന്നാണ് ജയേന്ദ്രനിലേക്ക് എത്തുന്നത്. 6-ാം തീയതിയാണ് വിജയലക്ഷ്മിയെ കാണാനില്ല എന്നുള്ള